ഹായ് അർമീസ്, ഞാൻ വന്നു. കുറേ കാലമായില്ലേ ഇതൊക്കെ കേട്ടിട്ട്. ഓൾമോസ്റ്റ് ഒരു 4 കൊല്ലമായിട്ടുണ്ടാവും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിപ്പോയി. കുറേ കൊല്ലമായി, 4 കൊല്ലമായി വന്നിട്ട്. സോ ഇനി മുതൽ ഈ ചാനലിലായിരിക്കും വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുക. മറ്റേ ചാനൽ കുറേ ആയില്ല, അതുകൊണ്ട് പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. സോ വീഡിയോസൊക്കെ ഇനി ഇതിലായിരിക്കും ഉണ്ടാവുക. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഇത്രയും കാലത്തിന് ശേഷം പിന്നെയും വന്നുകൊണ്ട്. എന്തോ ഇതൊരു ചെറിയൊരു തേക്കുക്കിൻ്റെ ഒരു ആണ്. ലൈക്ക് മുന്നേ നമ്മുടെ ആദ്യത്തെ ചാനലിൽ ഇതിൻ്റെ വീഡിയോ ഉണ്ട്, ബട്ട് അതിന് ഓഡിയോ ഇല്ല. സോ അതിൻ്റെ ഡബ്ഡ് വേർഷനാണിത്. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. നമുക്ക് നേരെ കഥയിലേക്ക് പോവാം. ശിവ, നീ മര്യാദയ്ക്ക് വരുന്നുമില്ലേ? അമ്മ, ഞാൻ വരുന്നില്ല അമ്മ. നീ വാശി കളഞ്ഞിട്ട് വരാൻ നോക്ക്. അമ്മ, എനിക്ക് അവിടെ ആരും അറിഞ്ഞൂടാ, പ്ലീസ്, ഞാൻ വരുന്നില്ല. ഓ പിന്നെ, അവിടെ നിന്നെ പോലെ എത്ര കൊച്ചുങ്ങളുണ്ട്. നീ വരാൻ നോക്ക് ശിവ. ഓ, ഈ തള്ളയെ കൊണ്ട് വരുവാ, ഞാൻ വരുവാ. എന്ത് കഷ്ടമായത്. ആ, നല്ല കുട്ടി. എന്നാ മോള് വേഗം പോയി റെഡി ആയിക്കോ. അമ്മ താഴെ കാത്തു നിൽക്കാം. നീ വരണേ. ഓ, ഇപ്പൊ സന്തോഷമായില്ലല്ലേ? ശരി അമ്മ, ഇപ്പൊ വരാം. വരൂ, കയറിയിരിക്കോ. ആ, ഇതാ വരുന്നു മോളെ, വാ. ആ, ഇതാ വരുന്നു. ഓ, എന്തൊരു ബോറ്. ഇവിടെ ഇങ്ങനെ ഇരിക്കാനാണെങ്കിൽ പിന്നെ വീട്ടിലിരുന്നാ പോരെ. എന്ത് കഷ്ടമായത്. ഹാ സരസു, നീ എപ്പോ വന്നു? അമ്മ പോകല്ലേ. അമ്മ, കണ്ട സരസോട് പിന്നാലെ പോവാനാണ് അമ്മ എന്നെ കൂട്ടി വന്നത്. ഇനി ഫോൺ തന്നെ ശരണം. ഓ, മടുത്തു. എന്നാലൊന്ന് മിണ്ടാനും പറയാനും ഇവിടെ ആരുമില്ലേ. എന്തോന്നിത്. ദൈവമേ, ആരാത്? അയ്യോ, അരുൺ ചേട്ടനല്ലേ അത്? ആണല്ലോ. ദൈവമേ, ഈ മനുഷ്യനെന്താ ഇവിടെ? കുറച്ച് ഗ്ലാമർ ആയേക്കാം. ഓ, ഈ മുടി. എന്നാൽ ഇങ്ങേരെന്താ ഇവിടെ? അയ്യോ, എനിക്ക് വയ്യ. എന്തായാലും കൊള്ളാം, പണ്ടത്തെ പോലെ തന്നെ ഗ്ലാമറാ. ദൈവമേ, എന്നെയാണോ നോക്കുന്നത്? ശിവ, അങ്ങനെ എന്ത് കരുതി കാണും? ഓ, ചമ്മി മാറി. അതിനിപ്പോ എന്താ, ഭംഗിയുള്ള ചെക്കന്മാരാകുമ്പോ നോക്കും. പണ്ടും കുറെ നോക്കിയതല്ലേ, പിന്നെന്താ കുഴപ്പം? വായനോട്ടം ഒരു തെറ്റൊന്നുമല്ലല്ലോ, അതും ഒരു കലയാണ്. അതിലിപ്പോ എന്താ ഒരു കുഴപ്പം? ഹലോ. എന്നോടാണോ? അതെ, തന്നോട് തന്നെ. താനെന്താ ഇവിടെ ഒറ്റയ്ക്കിരിക്കുന്ന? കൂടെ ആരും ഇല്ലേ? ഉണ്ട്, അമ്മ അങ്ങോട്ട് പോയതാ. തനിക്ക് എന്നെ അറിയോ? എനിക്കോ? ഇല്ലല്ലോ, എന്തേ? ഇല്ല, പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ തന്നെ എവിടെയോ കണ്ട പോലെ, അതുകൊണ്ട് ചോദിച്ചതാ. ഓ, അതാണോ? അതെ, തന്നെ നല്ല കണ്ടുപരിചയമുള്ള പോലെ. താൻ ഏത് കോളേജിലാണ് പഠിച്ചേ? ഞാൻ 7 വണ്ടേഴ്സ് കോളേജില്. ആ, അപ്പം അതാണ്. ഞാനും അവിടെ തന്നെയാണ് പഠിച്ചത്. താനിപ്പോൾ അവിടെ ഒന്നും എന്നെ കണ്ടിട്ടില്ലേ? അതെന്ത് ചോദ്യമാണോ? തന്നെ കാണാൻ വേണ്ടി മാത്രം ഞാൻ എത്ര തവണ ക്യാൻറ്റീനിൽ വന്നിട്ടുണ്ട്. ഹലോ, തന്നോടാ. താനെന്താ സ്വപ്നം കാണുകയാണോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആണോ? ആ, ഓക്കെ. ഞാൻ തന്നെ കോളേജിൽ നിന്ന് കണ്ട പോലെ ഒരു തോന്നൽ.
ചെക്കൻ എൻ്റെ ഫ്രണ്ടാ, പക്ഷേ അവൻ്റെ ഫ്രണ്ട്സിനെ ഒന്നും എനിക്കറിയില്ല. അത് കൊള്ളാലോ. അല്ല, താനെങ്ങനെയാ ഇവിടെ എത്തിയത്? എൻ്റെ അമ്മയുടെ ഫ്രണ്ടിൻ്റെ മോളാ, പെണ്ണ്. ഓ, അപ്പം അതാണ്. അമ്മ അവരുടെ കൂടെ പോയി കാണൂല്ലേ? ഉം, അതെ. എന്നാ പിന്നെ നമുക്കൊന്ന് പുറത്തേക്ക് പോയാലോ? പുറത്തേക്കോ? ഐ മീൻ, നമുക്ക് ഇവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിന്നാലോ എന്ന്. ആ ആ ഓക്കെ. അല്ല, താൻ കോളേജിൽ ഏത് ഡിപ്പാർട്ട്മെൻ്റ് ആയിരുന്നു? ഞാൻ ഈ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ചേട്ടനോ? ചേട്ടനോ? അതിന് തന്നോടാര് പറഞ്ഞു ഞാൻ മൂത്തതാണെന്ന്? ആ, അത് അപ്പോൾ തനിക്കെന്നെ നേരത്തെ അറിയോ? ഇല്ല. എൻ്റെ സെയിം ഏജ് ആണെങ്കിൽ ഞാൻ കാണേണ്ടതല്ലേ, അതാ. ആ, ഓ അങ്ങനെ. ഞാൻ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. ഓ ഉം. എന്നാലും താൻ എന്നെ കണ്ടിട്ടില്ല എന്ന് പറയുന്നത് എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല. ആ, അതെന്താ? അല്ല, തന്നെ ഞാൻ പലവട്ടം കോളേജ് ക്യാൻറ്റീനിൽ വെച്ച് കണ്ടിട്ടുണ്ട്. ഓ അങ്ങനെ, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. പെട്ടെന്നായിരുന്നു കോളേജിൽ നിന്ന് സെലക്ഷൻ കിട്ടിയത്. സോ പെട്ടെന്ന് അങ്ങ് പോയി. അന്ന് ഞാൻ അരുണേട്ടൻ എത്ര തിരഞ്ഞെന്നറിയോ? എന്താ? ഏ, ഏ, ആ, അതാ ഒരു പട്ടിക്കുഞ്ഞ്. ഹായ്, എന്ത് ഭംഗിയല്ലേ. നിക്കവിടെ നിക്കടാ. എടാ, എടോ, ചുമ്മാ അതിൻ്റെ കടി കൊള്ളാതെ താനിങ്ങ് വന്നേ. ഏയ് അതിനിത് കടിക്കൊന്നുമില്ല. ഹാ, അതെ, അത് കടിക്കുന്നതിന് മുന്നേ തന്നോട് പറയും ഞാൻ കടിക്കാൻ പോവാന്ന്. എടോ മതി, താനിങ്ങ് വന്നേ. ഷോ പോയി. നല്ല പട്ടിക്കുഞ്ഞായിരുന്നു. ഹാ, അതിൻ്റെ കടി കൊണ്ടിരുന്നെങ്കിലേ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകേണ്ടി വന്നേനെ. അതിന് അതൊന്നും ചെയ്തില്ലല്ലോ. ഹാ, ചെയ്തിരുന്നെങ്കിലോ? അതിന് ഇയാൾക്കെന്താ? മോളെ, നീ എന്തെടുക്കുക? ഇങ്ങോട്ട് വാ. അമ്മ വിളിക്കുന്നു. എന്നാ ശരി, ഞാൻ പോവാ. ഡോ, ആ, എന്തേ? താൻ ഒരു പേര് പോലും പറയാതെ പോവാണോ? അതിപ്പോ ഇപ്പൊ വേണ്ട, പിന്നെ കാണുമ്പോ പറയാം. പറഞ്ഞിട്ട് പോവോ? ഇല്ല, നെക്സ്റ്റ് ടൈം. ശിവാനി, പേര് പോലും പറയാതെ പോവാണോ?